4 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നടന്നു വരുന്നു, കടിച്ച പാമ്പിനെ കൊണ്ട് ഒരു പാമ്പ് കടിയേറ്റ് നടന്നു വരുന്നു. 3 മണിക്കൂറിന് ശേഷം അധികൃതർ പറയുന്നു ആ പയ്യൻ മരിച്ചു പോകുന്നു, മോർച്ചറിയിലാണ് പിന്നെ കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാൽ ഞങ്ങളുടെ 27 വയസ്സേ ആ ചെറുപ്പക്കാരനുള്ളൂ, ഒരു കൊച്ചുണ്ട്, 1.5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. സെക്യൂരിറ്റി ഒന്നും നടക്കത്തില്ല. കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശി നിതിന് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പാമ്പ് കടിയേറ്റത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച നിതിന് വിഷപ്രതിരോധ കുത്തിവയ്പ് നൽകി. മണിക്കൂറുകൾക്കുള്ളിൽ യുവാവ് മരിച്ചു. ഇതോടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി. രാത്രി വിഷം കുട്ടി ബൈക്കിനത് കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പിന്നെ കുറവുണ്ട്, ഇപ്പം കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പം കാലപ്പം പറഞ്ഞ് അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആംബുലൻസ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകും. ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ അവർ കുറച്ച് ശ്രമിക്കും. വേറെ ഒരു വന്ന് ആംബുലൻസ് വിളിച്ചു. പക്ഷേ ആംബുലൻസ് വന്നപ്പോൾ പിന്നെ പറഞ്ഞ് അത് പിന്നെ വെന്റിലേറ്ററില്ല, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് വേണമെന്ന് 2-3 ആൾക്കാർ ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇപ്പം ക്രിട്ടിക്കൽ സ്റ്റേജ് അതുകൊണ്ട് പിന്നെ ഇപ്പം കൊണ്ടു നടക്കത്തില്ല. കൊണ്ടുവന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആൾ പോയി. പോലീസ് വരും. ഇവിടെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ സാറേ? എന്തെങ്കിലും പറയാൻ പറ്റുമോ സാറേ? ഇവിടുത്തെ അനാസ്ഥയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ പറയുന്നത് കേൾക്കുന്നത് ഒത്തിരി കേട്ടു, ഒത്തിരി പറഞ്ഞു. എന്താണ് ഗുണ്ടാപ്പണി പോലീസിനില്ല, പോലീസിന് ഗുണ്ടാപ്പണി ഇല്ലാട്ടോ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴ ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ. ആള് ഇവിടെ കാഷ്വാലിറ്റിയിൽ എത്തിയിരിക്കുന്നത് 4:50-നാണ്. ആള് വന്ന സമയത്ത് കടിച്ചത് ക്രേറ്റ് എന്ന് പറയുന്നത്, ക്രേറ്റ് അറിയാലോ, നമ്മുടെ ഞരമ്പിനെ ഇതൊക്കെ ബാധിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്നു, വളരെ പെട്ടെന്ന് ബാധിക്കുന്നു, അങ്ങനത്തെ ഒരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ആൾക്ക് അതിൻ്റെ എൻവയർമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ആൾ കണ്ണടഞ്ഞ് പോവുക, ഓൾറെഡി റെക്കോർഡ്സിലെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആളുടെ അപ്പം തന്നെ ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രതിരോധ മരുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ഞരമ്പിനെ അത് കുറയ്ക്കാനുള്ള നിയോസിറ്റിൻ എന്ന് പറഞ്ഞ മരുന്ന് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ASV എന്ന് പറയുന്നത് മറ്റേ ആൻറ്റി സ്നേക്ക് മരുന്നും അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. 10 വേളയിൽ സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ആ സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ കൺസൾട്ട് എടുത്തിട്ട് തന്നെയാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ പേഷ്യൻറ്റിനെ അപ്പം തന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ ആൾ ഓൺ ദ വേ ആൾ മനസ്സിലായില്ലേ, അത്രയും ടോക്സിറ്റി ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ആൻറ്റി സ്നേക്ക് മരുന്ന്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മെഡിക്കോളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മരുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് നമ്മൾ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ആ മരുന്ന് ഇട്ടുകൊണ്ട് ആംബുലൻസ് വിടാൻ പറ്റില്ല. കാര്യം ആ മരുന്നെന്ന് പറയുന്നത് XX ബോർഡ് എന്ന് പറയും. ശരിക്കും റിയാക്ഷൻ വരുന്നതാണ്. ആ സമയത്ത് തന്നെ പേഷ്യൻ്റെ BP വരും, സിവിയറായിട്ട് അലർജി വരാം. അപ്പം അതുകൊണ്ട് മോണിറ്റർ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടർ കൂടെ നിന്ന് മരണം സംഭവിച്ചത് 5 മണിക്ക് ആന്റിവനം കൊടുത്തതിന് ശേഷം ബന്ധുക്കളോട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. ആന്റിവനം കൊടുത്തതിന് ശേഷം ഡോക്ടർ ബന്ധുക്കളോട് നേരിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ശരിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്നാണ് ആരോപണം. ആശുപത്രി മാറ്റാൻ കുടുംബം ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർമാർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി. ആശുപത്രി മാറ്റാവുന്ന അവസ്ഥയിലല്ലായിരുന്നു രോഗിയെന്നതാണ് അധികൃതരുടെ വിശദീകരണം. നിതിന്റെ കുടുംബം പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 കൊല്ലം.